നമസ്കാരം. പ്രധാന വാർത്തകൾ. പി.സി. ചാക്കോ എൻ.സി.പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് രാജിക്കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ടാണ് രാജിക്കത്ത് കൈമാറിയത്. പാർട്ടിക്കുള്ളിലെ ചേരിപ്പോര് രൂക്ഷമായ സാഹചര്യത്തിലാണ് രാജിവെച്ചത്. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരും. 6-ാം തീയതി നടന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ശശീന്ദ്രൻ പക്ഷം വിട്ടുനിന്നിരുന്നു. ഈ യോഗത്തിൽ പി.സി. ചാക്കോ രാജിവെച്ച് പകരം എം.എൽ.എ. തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കണമെന്ന് പ്രമേയത്തിലൂടെ ഏകകണ്ഠേന ആവശ്യപ്പെട്ടിരുന്നു. എ.കെ. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്തു നിന്നും മാറ്റാനുള്ള സമ്മർദ്ദങ്ങൾക്കിടെയാണ് പി.സി. ചാക്കോയുടെ രാജി. പാതിവില തട്ടിപ്പ് പദ്ധതിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും അനന്തകൃഷ്ണന്. പ്രതി ആനന്ദ്കുമാർ. പാതിവില തട്ടിപ്പ് കേസിൽ പദ്ധതിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും അനന്തകൃഷ്ണനെന്ന് പ്രതി ആനന്ദ്കുമാർ. മുഴുവൻ സാമ്പത്തിക ഇടപാടും നടത്തിയത് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലൂടെയാണെന്നും ആനന്ദ്കുമാർ പറഞ്ഞു. മറ്റ് ഡയറക്ടർമാർക്കോ സായിഗ്രാമിനോ തട്ടിപ്പിനെക്കുറിച്ച് അറിയില്ലെന്നും ആനന്ദ്കുമാർ വിശദീകരിച്ചു. പദ്ധതിക്കായി വൻതുക പിരിച്ച സമയത്ത് NGO കോൺഫെഡറേഷനിൽ നിന്നും രാജിവെച്ചുവെന്നും രാജിക്കത്ത് ആരും സ്വീകരിക്കാതെ തിരിച്ചു തന്നുവെന്നും ആനന്ദ്കുമാർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞു. സ്കൂൾ ബസും സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. ഒരാൾക്ക് പരിക്ക്. കോട്ടയത്ത് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. അപകടത്തിൽ ഒരാൾക്ക് പരിക്കുണ്ട്. ഈരാറ്റുപേട്ടയിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് സ്കൂൾ ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തുടർന്ന് പിന്നാലെ വന്ന കാറും അപകടത്തിൽപ്പെടുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളി ഹെറിറ്റേജ് സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. അപകടം നടക്കുമ്പോൾ സ്കൂൾ ബസ്സിൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപകടത്തിൽ സ്കൂൾ ബസ്സിലെ ജീവനക്കാരിക്ക് പരിക്കുപറ്റി. ചെയർമാനെ എനിക്ക് പേടിയാണ്. ഞാൻ കരുണയ്ക്കായി യാചിക്കുന്നു. പിന്നാലെ രക്തസ്രാവം. എഴുതി പൂർത്തിയാക്കാത്ത ജോളി മധുവിന്റെ കത്തുപുറത്ത്. തൊഴിൽ പീഡനത്തെ തുടർന്ന് മരിച്ച കയർ ബോർഡ് ഓഫീസിലെ ജീവനക്കാരി ജോളി മധുവിന്റെ എഴുതി പൂർത്തിയാക്കാത്ത കത്തുപുറത്ത്. ഗുരുതരമായ ആരോപണങ്ങളാണ് എഴുതി തീർക്കാത്ത കത്തിൽ പറയുന്നത്. എനിക്ക് പേടിയാണ്. ചെയർമാനോട് സംസാരിക്കാൻ എനിക്ക് ധൈര്യമില്ല. പരസ്യമായി മാപ്പ് പറയണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് തൊഴിൽ സ്ഥലത്ത് പീഡനം നേരിടേണ്ടി വന്നയാളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിനും ആരോഗ്യത്തിനും അത് ഭീഷണിയായി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. എൻ്റെ വിഷമം മനസ്സിലാക്കി ഇതിൽ നിന്ന് കരകയറാൻ എനിക്ക് കുറച്ച് സമയം തരുമെന്നാണ് ജോളി കത്തിൽ പറയുന്നത്. കമലഹാസൻ രാജ്യസഭയിലേക്ക്. DMK നേതൃത്വത്തിൽ കമലഹാസൻ രാജ്യസഭയിലെത്താനുള്ള സാധ്യത തെളിയുന്നു. ഇന്ന് രാവിലെ DMK മന്ത്രി ശേഖർ സാബു കമൽഹാസനെ കണ്ട് രാജ്യസഭാ സീറ്റ് നൽകുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തി കഴിഞ്ഞു. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ജൂലൈയിൽ ഒഴിവ് വരുന്ന 6 സീറ്റുകളിൽ ഒന്ന് കമലിന് നൽകാനാണ് DMKയുടെ തീരുമാനം. ഇതിലൂടെ കമൽഹാസന്റെ രാഷ്ട്രീയ പാർട്ടിയായ മക്കൾ നീതി മയ്യത്തിനെ ഒപ്പം നിർത്തണമെന്ന കണക്കൂട്ടലിലാണ് DMK. വരുന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ താരപ്രചാരകനായി കമൽഹാസനെ ഉയർത്തിക്കാണിക്കാനും ആലോചനയുണ്ട്. കേന്ദ്ര സർക്കാരിനോട് സന്ധിയില്ലാതെ പോരാടുന്ന കമൽഹാസന്റെ സാന്നിധ്യം ഏറെ ഗുണം ചെയ്യുമെന്നാണ് സ്റ്റാലിന്റെ കണക്കുകൂട്ടൽ. മുമ്പ് കോയമ്പത്തൂരിൽ മത്സരിക്കാനുള്ള താൽപര്യം കമൽഹാസൻ DMK നേതൃത്വത്തോട് പ്രകടിപ്പിച്ചിരുന്നു. വീണ്ടും കാട്ടാന ആക്രമണത്തിൽ മരണം. വയനാട് ജില്ലയിൽ നാളെ UDF ഹർത്താൽ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ മരണം. വയനാട് അട്ടമല ഏറാട്ടുകുണ്ട് കോളനിയിലെ ബാലനാണ് കൊല്ലപ്പെട്ടത്. 27 വയസ്സായിരുന്നു. 40 ദിവസത്തിനുള്ളിൽ കാട്ടാന ആക്രമണത്തിൽ 7ാമത്തെ മരണമാണിത്. അതേസമയം ജില്ലയിൽ രൂക്ഷമായ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഐക്യജനാധിപത്യ മുന്നണി വയനാട് ജില്ലാ കമ്മിറ്റി നാളെ ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ദിവസേന എന്നോണം ജില്ലയിൽ ആക്രമണങ്ങൾ, മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹർത്താൽ നടത്തുന്നതെന്ന് UDF ജില്ലാ ചെയർമാൻ KK അഹമ്മദ് ഹാജി അറിയിച്ചു. ചേർത്തലയിൽ കെട്ടിടത്തിൽ നിന്ന് വീണ യുവതിയുടെ മരണത്തിൽ ഭർത്താവ് കസ്റ്റഡിയിൽ. നിർണായകമായത് മകളുടെ മൊഴി. ചേർത്തലയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണ് പരിക്കേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത. ഭർത്താവ് ചേർത്തല പണ്ടകശാലപ്പറമ്പിൽ സോണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസമാണ് സോണിയുടെ ഭാര്യ സജി ചികിത്സയിലിരിക്കെ മരിച്ചത്. അച്ഛൻ മർദ്ദിക്കുന്നതിനിടെയാണ് സജി കെട്ടിടത്തിൽ നിന്നും വീണ് പരിക്കേറ്റതെന്ന മകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സോണിയെ കസ്റ്റഡിയിലെടുത്തത്. സജിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോട്ടയത്തെ റാഗിംഗ്. 5 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. കോട്ടയം മെഡിക്കൽ കോളേജിന് കീഴിലുള്ള സ്കൂൾ ഓഫ് നഴ്സിംഗിൽ 1ാം വർഷ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത 5 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. സാമുവൽ, ജീവ, രാഹുൽ, റിൽജിത്ത്, വിവേക് എന്നിവരാണ് അറസ്റ്റിലായത്. ക്രൂരമായി റാഗിംഗ് നടത്തിയെന്ന 1ാം വർഷ വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് 3ാം വർഷ വിദ്യാർത്ഥികളായ 5 പേരെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്ത പ്രതികളെ കോട്ടയം സബ് ജയിലിലേക്ക് മാറ്റും.
ഊട്ടിയിലെ ഹോട്ടലിൽ കൊല്ലം സ്വദേശിയായ പോലീസുകാരൻ മരിച്ച നിലയിൽ. കൊല്ലം പരവൂർ സ്റ്റേഷനിലെ പോലീസുകാരനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. മങ്ങാട് സ്വദേശി ആദർശാണ് മരിച്ചത്. ഊട്ടിയിലെ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷം നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കും. കായംകുളത്തെ വീട്ടിനുള്ളിൽ കാട്ടുപന്നി ആക്രമണം. കണ്ടല്ലൂരിൽ പുല്ലുകുളങ്ങരയ്ക്ക് വടക്ക് ഏലിൽ രാധാകൃഷ്ണപിള്ളയുടെ വീടിന്റെ മുൻഭാഗത്തെ ചെറിയ ഗ്രില്ല് തകർത്ത് കാട്ടുപന്നി വീട്ടിനുള്ളിൽ കയറി. വീട്ടുകാർ മറ്റൊരു മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചതിനാൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വേലഞ്ചിറ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് സൈക്കിൾ യാത്രക്കാരന് നേരെയും പന്നി പാഞ്ഞെടുത്തു. ഇയാളും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. പുല്ലുകുളങ്ങര ആറാട്ടുകുളത്തിന് പടിഞ്ഞാറ് ഭാഗത്തെ വീടുകളിലെ കൃഷികളും പന്നി നശിപ്പിച്ചിരുന്നു. 2 മാസം മുമ്പ് രാത്രിയിൽ പലതവണ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് ഇരുചക്ര വാഹന യാത്രക്കാർ രക്ഷപ്പെട്ടിരുന്നു. കാട്ടുപന്നിയുടെ ഭീഷണി വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഉദാസീനമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം.